എല്ലാവർക്കും സ്നേഹവന്ദനം. നമ്മൾ രക്ഷാവിജ്ഞാനത്തെക്കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് മാനസാന്തരത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. വളരെ പരിചയമുള്ളൊരു വിഷയമാണല്ലോ മാനസാന്തരം, അല്ലേ? അതേക്കുറിച്ച് എന്തോ പറയാനല്ലേ മാനസാന്തരത്തെക്കുറിച്ച്? രക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന പഠനത്തിൽ പലരും വിട്ടുകളഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് മാനസാന്തരം. സിസ്റ്റമാറ്റിക് തിയോളജിയിലെ പല പുസ്തകങ്ങൾ എടുത്താൽ അതിൽ മാനസാന്തരത്തിന് വളരെ ചുരുക്കം പേജുകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ചില ആളുകൾ അത് ഒരു പാസിംഗ് റിമാർക്കായിട്ട് അങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുവാനുള്ളതായിരിക്കുന്ന കാരണമെന്ന് പറയുന്നത്, മധ്യകാലങ്ങളിൽ മിഡിൽ ഏജസിൽ ഈ മാനസാന്തരത്തിന് വളരെ തെറ്റായിരിക്കുന്ന അർത്ഥവും പ്രാധാന്യവും വേദശാസ്ത്രവും നൽകി എന്നുള്ളതാണ്. അങ്ങനെ ഒരു തെറ്റായിരിക്കുന്ന ആശയം മാനസാന്തരത്തോടുള്ളതായിരിക്കുന്ന ബന്ധത്തിൽ കൊണ്ടുവന്നതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ആളുകൾക്ക് ഉള്ള താല്പര്യം തന്നെ കുറഞ്ഞുപോയി. ഈ മാനസാന്തരം എന്ന് നാം പറയുന്ന ഈ മലയാള വാക്ക് ഒരു നല്ല വാക്കാണ്. മനസ്സിന് അന്തരം വരിക എന്നാണ്. എന്നാൽ ഇംഗ്ലീഷിൽ റിപ്പൻറ്റൻസ് എന്ന് പറയുമ്പോൾ മനസ്സിന് സംബന്ധിക്കുന്ന എന്തെങ്കിലും അവിടെ പറയുന്നില്ല. വീണ്ടും അനുദമിക്കുക എന്ന ആശയമാണ്. റീപെൻറ്റ് എന്നുള്ളതായിരിക്കുന്ന ഒരു ആശയമാണ്. അപ്പോൾ റിപ്പൻറ്റൻസ് എന്ന ഇംഗ്ലീഷ് വാക്കിന് നൽകിയിട്ടുള്ള അർത്ഥങ്ങൾ പലതും ഒരളവോളം തെറ്റായ ആശയങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ട്. പശ്ചാത്താപം, അനുതാപം എന്നൊക്കെ ആ വാക്കിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മാനസാന്തരം എന്നുള്ളത് ശരിയും നല്ലതുമായ ഒരു വാക്കാണ്. എന്നാൽ പശ്ചാത്താപം, അനുതാപം എന്ന് പറയുമ്പോൾ മാനസാന്തരം അതിൽ വരുന്നില്ല. ഒരു കാര്യത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു എന്നുള്ളതല്ലാതെ തെറ്റിപ്പോയി എന്ന് പറയുന്നു. അതെ, അനുതാപം എന്ന് പറഞ്ഞാൽ ഐ എം സോറി എന്ന് പറയുന്നു. മാനസാന്തരം എന്ന് പറയുമ്പോൾ അതല്ല, മനസ്സിന് അന്തരം, നമ്മുടെ ചിന്തകൾക്കും വികാരങ്ങൾക്കും തീരുമാനങ്ങൾക്കും ഒരു വ്യത്യാസം വരുത്തും. അപ്പൊ അതൊരു നല്ല ശക്തമായിരിക്കുന്ന ആശയമാണ്. തിരുവചനം ശ്രദ്ധാപൂർവം പരിശോധിക്കുന്ന ഏതൊരാളും മാനസാന്തരത്തിന് ദൈവം നൽകിയിട്ടുള്ള പ്രാധാന്യത്തെ ഗ്രഹിക്കാതെ വരും എന്ന് വിചാരിക്കുന്നില്ല. പഴയ നിയമ പ്രവാചകന്മാരുടെ സന്ദേശങ്ങളിൽ വളരെ മുഖ്യമായ ഒന്നാണ് ഈ മാനസാന്തരം എന്നുള്ളത്. ദൈവവിളിയുടെ പ്രാധാന്യം അവഗണിക്കുവാൻ ആളുകൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? ഇപ്പൊ മാനസാന്തരപ്പെടുക എന്ന് പഴയ നിയമ പ്രവാചകന്മാർ ജനങ്ങളോട് പറഞ്ഞു. യെശയ്യാ പ്രവാചകനും യിരെമ്യാ പ്രവാചകനും മറ്റു പ്രവാചകന്മാരും ഒക്കെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ മാനസാന്തരപ്പെടുക, നിങ്ങളുടെ വഴികളെ വിട്ടുതിരിയുക, നിങ്ങളുടെ തെറ്റുകളെ തിരുത്തുക എന്നിങ്ങനെ വളരെ ശക്തമായ ഭാഷയിലെ പറയും. അതൊക്കെ ഈ മാനസാന്തരത്തോട് ബന്ധപ്പെട്ടതായിരിക്കുന്ന സന്ദേശങ്ങളാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും മാനസാന്തരത്തിനുള്ള ആഹ്വാനം കൂടുതൽ വ്യക്തമാണ്. നമുക്കറിയാമല്ലോ, കർത്താവിന്റെ മുന്നോടിയായി വന്നതായിരിക്കുന്ന സ്നാപകയോഹന്നാന്റെ സന്ദേശം എന്തായിരുന്നു? തന്റെ സന്ദേശം എന്ന് പറയുന്നത് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. താൻ നൽകിയ സ്നാനം മാനസാന്തര സ്നാനമായി. മാനസാന്തരപ്പെട്ട് എൻ്റെ പിന്നാലെ വരുന്നവനായ യേശു ക്രിസ്തു വിശ്വസിക്കുക, അതാണ് മാനസാന്തരപ്പെടുക. ആളുകളെയൊക്കെ വിളിച്ച സർപ്പസന്തതികളെ, നിങ്ങളുടെ തെറ്റായ വഴികളെ വിട്ടുപോകുവാൻ നിങ്ങളെ ആരാ ഉപദേശിച്ചത്? അങ്ങനെ തെറ്റായ വഴികളെ മാറ്റി വിട്ട് പോരുന്ന ഒരനുഭവമാണ് ഈ മാനസാന്തരം എന്നുള്ളത്. അപ്പോ കർത്താവിന്റെ മുന്നോടിയായി വന്ന സ്നാപക യോഹന്നാൻ മാനസാന്തരത്തിന് വളരെ പ്രാധാന്യം നൽകി. അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ സന്ദേശവും മാനസാന്തരത്തിന് പ്രാധാന്യം നൽകിയിട്ടുള്ള സന്ദേശമായിരുന്നു. കർത്താവ് കൂടെ പ്രസംഗിച്ച എന്താണ്? മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം എടുത്തിരിക്കുന്നു എന്നാണ്. മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം എടുത്തിരിക്കുന്നു. ദൈവത്തിന്റെ പരിപാടികളുടെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളെയും നിങ്ങളുടെ വഴികളെയും നിങ്ങളുടെ ചിന്തകളെയും കുറിച്ച് നിങ്ങൾക്ക് കറക്ഷൻ, നിങ്ങൾക്ക് തെറ്റിതിരുത്തലും ആവശ്യമാണ് എന്നാണ് കർത്താവും പ്രസംഗിച്ചത്. മത്തായിയുടെ സുവിശേഷം 4:17 കർത്താവിന്റെ സന്ദേശം നമുക്ക് കാണാം. 12 ശിഷ്യന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടി അയക്കുമ്പോഴും എന്താ പറയുന്നത്? നിങ്ങൾ പോയി പ്രസംഗിക്കുന്നത് മാനസാന്തരപ്പെടുക എന്ന സന്ദേശം പ്രസംഗിക്കുക, മാനസാന്തരപ്പെടുക. മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിലെ കർത്താവ് അത് ശിഷ്യന്മാരോട് പറഞ്ഞു.
കർത്താവ് ഉയർത്തെഴുന്നതിന് ശേഷം ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനയിലും മാനസാന്തരത്തെ ഒഴിവാക്കിയിരുന്നില്ല. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കണം. അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനം. മാനസാന്തരം എന്ന് പറയുന്നത് പഴയ പുതിയ നിയമങ്ങളിലെ ദൈവിക സന്ദേശത്തിന്റെ ഏറ്റവും കാതലായിരിക്കുന്ന ഒരു ഭാഗമാണ്. ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മനസ്സിന് അന്തരം വരണം, മനസ്സിന് വ്യത്യാസം വരണം എന്ന് തന്നെയാണ്. അപ്പോസ്തലന്മാരുടെ സന്ദേശവും അത് തന്നെയാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം അത് കർത്താവ് പറഞ്ഞതാണ്, മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന് 38-ാമത്തെ വാക്യം വായിച്ച ആരെങ്കിലും അവിടെ നിങ്ങൾ മാനസാന്തരപ്പെട്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ മാനസാന്തരപ്പെട്ട് യെരൂശലേമിൽ കൂടി വന്നിരുന്ന 3000 പേരാണെന്ന് വിശ്വസിച്ചത്. വന്ന എല്ലാവരും വിശ്വസിച്ചു എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. അവർ 5000-10,000 പേരെങ്കിലും കൂടി വന്നിരുന്നു. അവരോടൊക്കെ പറയാനുള്ള സന്ദേശം നിങ്ങൾ മാനസാന്തരപ്പെട്ട് അവരുടെ പാപമോചനത്തിന് വേണ്ടി ആവശ്യമായത് ചെയ്യണമെന്നാണ്. അവൻ മാനസാന്തരത്തെ പറ്റി പ്രസംഗിച്ചപ്പോൾ ഒരു പരമേശ്വരായി എന്നൊരു വാക്യമുണ്ടല്ലോ. 17-ാം അധ്യായത്തിന് 30-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 17:30. ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞ കാര്യമാണ്. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കാക്കുന്നില്ല. പക്ഷേ ഇപ്പോഴെല്ലാവരോടും പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടണമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 20:21. അത് യവനന്മാർക്കായാലും യഹൂദന്മാർക്കായാലും രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന് മാനസാന്തരവും യേശു ക്രിസ്തുവിലെ വിശ്വാസവും. ഇപ്പൊ മാനസാന്തരത്തിന് വലിയ പ്രാധാന്യമാണ് കൊടുത്തിട്ടുള്ളത്. റോമാലേഖനം 2-ാം അധ്യായത്തിന് 4-ാം വാക്യം. ഇപ്പൊ ദൈവം മനുഷ്യന് കരുണയും ദയയും ഒക്കെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അവനൊരു മാനസാന്തരം വരുത്താൻ വേണ്ടിയാണ്. മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ആത്യന്തികമായ ഇച്ഛയും മാനസാന്തരമാണെന്ന് പത്രോസ് തന്റെ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം 2 പത്രോസ് 3:9 പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും മാനസാന്തരപ്പെടണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതാണ്, ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ദൈവം ഇച്ഛിച്ചുകൊണ്ട് ക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. രക്ഷയുടെ സന്ദേശത്തിന്റെ ഒരു പ്രധാന ഭാഗമായിട്ടാണ് മാനസാന്തരത്തെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം വായിച്ചേ. ലൂക്കോസ് 13:3. മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും നശിച്ചു. അപ്പോ ഈ മാനസാന്തരം എന്ന് പറയുന്നത് സുവിശേഷ ഘോഷണത്തിന്റെ അതിപ്രധാനമായിരിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മൾ മാനസാന്തരത്തെ കുറിച്ച് അധികം പ്രസംഗിക്കുന്നില്ല. ഇന്ന് നമ്മളൊരു വീട്ടിൽ ചെന്നാൽ നേരെ അങ്ങ് പറയുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന്. അങ്ങനെ പറയുന്നത്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, കർത്താവായ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു, നിങ്ങളുടെ പാപത്തിന് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു, നിങ്ങൾ വിശ്വസിച്ചാൽ രക്ഷിക്കപ്പെടും. അങ്ങനെയല്ല സുവിശേഷം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാനാണ്. പാപത്തെ സംബന്ധിച്ചുള്ളതായിരിക്കുന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വന്ന് അവന്റെ ബുദ്ധിയിലും ഇച്ഛയിലും വികാരത്തിലും പാപത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിലും വ്യത്യാസം വരണം. അതാണ് മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ. ഒരാളെ ഇന്നത്തെ സുവിശേഷ പ്രസംഗവും അപ്പോസ്തലിക കാലത്തെ പ്രസംഗവും തമ്മിൽ കമ്പയർ ചെയ്ത് ഇങ്ങനെയാണ്. അപ്പോസ്തലിക കാലത്ത്, ഇന്നത്തെ കാലത്തെ ആളുകള് ബിൽഡിംഗ് സെയിൽസ്മാൻമാരെ പോലെയാണ്. കെട്ടിടങ്ങൾ മെച്ചപ്പെടുത്താനായിട്ട് ഒരു സെയിൽസ്മാൻ പറയും, നിങ്ങൾ കെട്ടിടം കെട്ടും, നല്ല കെട്ടിടമാണ്, 3-4 ബെഡ്റൂം ഒക്കെ ഉണ്ട്, എന്നാൽ നിങ്ങൾ അതിനോട് കൂടെ ഇവിടെ ഒരു നല്ല AC മുറിയുടെ പണിതാൽ ഈ കെട്ടിടം വളരെ ഭംഗിയായിത്തീരും. അപ്പൊ നല്ല കെട്ടിടമാണ്, നിങ്ങളെ ഒന്നും ഇടിച്ചു കളയണ്ട, ഇവിടെ ഈ ഭാഗത്ത് ഒരു നല്ലൊരു ഹോളും AC ഒക്കെ പണിയാമെങ്കിൽ ഇത്ര നല്ല കെട്ടിടമായി തീരും. ആളുകൾ പറയും അതിന് കുഴപ്പമില്ല, നല്ലതാണല്ലോ, ഞങ്ങൾക്ക് മെച്ചപ്പെടുത്താനല്ലേ ആഗ്രഹം. അപ്പോസ്തലിക കാലത്തെ സുവിശേഷ പ്രവർത്തനം എന്ന് പറയുന്നതല്ലേ, നിങ്ങൾ ഈ കെട്ടിടം ഇടിച്ച് കളഞ്ഞിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതായിരിക്കുന്ന മാതൃക ഒരു കെട്ടിടം പണിയാണ്. ഈ കെട്ടിടം നിങ്ങൾക്ക് കൊള്ളുകയില്ലെന്ന് നിങ്ങൾ സമ്മതിക്കണം. ഈ കെട്ടിടത്തെ പറ്റിയുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു മാനസാന്തരം വരണം. ഈ കെട്ടിടം കൊള്ളുകയില്ല, ഇതിന്റെ അടിസ്ഥാനവും കൊള്ളുകയില്ല, ഇതൊന്നിനും കൊള്ളുകയില്ല. നിങ്ങളത് ഇടിക്കും. നിങ്ങൾ പറയാമെങ്കിൽ ഞങ്ങൾ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ച് അടിസ്ഥാനം വരെ എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു പുതിയ കെട്ടിടം വെച്ച് ആളുകൾ പറയും, അയ്യോ അത് വേണ്ടെന്ന് പറയും, ഇത് ഇടിക്കാനൊന്നും പോകണ്ട. അപ്പോ ഇന്നിപ്പോ സുവിശേഷ പ്രസംഗത്തിൽ ഒരുപാട് ആളുകളെ അങ്ങനെ വിശ്വസിക്കാൻ കാരണം ഈ പുതിയ ഒരു മുറിയുടെ ആടി ചെയ്യുന്നതിന് ആർക്കാ വിരോധമുള്ളത്? ജീവിതത്തെ ഒന്നും മെച്ചപ്പെടുത്താൻ ആർക്കാ വിരോധമുള്ളത്? അപ്പോൾ ഒരു ശരിയായിരിക്കുന്ന സുവിശേഷം അല്ല ഇന്ന് പ്രസംഗിക്കുന്നത് എന്നാ പറയുന്നത്. ഇന്ന് പ്രസംഗിക്കുന്നത് നമ്മുടെ
ജീവിതത്തെ ഒന്ന് മോഡേണൈസ് ചെയ്യുക, ഒന്ന് ഇംപ്രൂവ് ചെയ്യുക. യഥാർത്ഥ സുവിശേഷം എന്ന് പറഞ്ഞാൽ അതല്ല. നമ്മുടെ ജീവിതം തെറ്റായ ജീവിതമാണ്, ഇതിന്റെ ഫൗണ്ടേഷൻ തെറ്റാണ്, ഇതിന്റെ സ്ട്രക്ചർ തെറ്റാണ്, ഇതിന്റെ ബിൽഡിങ് തെറ്റാണ്, ഇത് ഇടിച്ചു കളഞ്ഞിട്ട് വേറെ ഒരു കെട്ടിടം പണിയാം എന്നുള്ളതാണ്. അതിനായി പറഞ്ഞ് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞു. നമ്മൾ പറയുന്നത് എന്താണ്? നിങ്ങളുടെ കെട്ടിടം ഒന്നുകൂടെ മെച്ചമാക്കാനായിട്ട്, ഇത് കൂടുതൽ പ്രയോജനപ്രദമാക്കാനായിട്ട്, ആളുകൾ വന്നായിട്ട് കൂടുതൽ ഇരിക്കാനും ഇഷ്ടപ്പെടാനുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു മുറിയുടെ ആഡ് ചെയ്യണം. അതാണ് ഇത്രയും വ്യത്യാസം ഇന്നത്തെ സുവിശേഷ പ്രവർത്തനവും അന്നത്തെ സുവിശേഷ പ്രവർത്തനവും തമ്മിലുണ്ട്. അപ്പൊ നമ്മളൊരു ഇംപ്രൂവ്മെന്റ് ഗോസ്പലാണ്. സെക്കൻഡ് ക്ലാസ്സിൽ പാസ്സാകാതിരിക്കുന്ന കുട്ടി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകാൻ വേണ്ടി ഇംപ്രൂവ്മെന്റ് പരീക്ഷ പേപ്പറുകൾക്ക് ഒന്നുകൂടെ എഴുതും. പോസോലി സന്ദേശം അതല്ല, നിന്റെ ഫസ്റ്റ് ക്ലാസ്സും ഒക്കെ കളയുടെ മോനെ, അതൊക്കെ വലിച്ചു കയറിക്കണം, നിനക്ക് പ്രയോജനമുള്ളൊരു കോഴ്സ് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുന്നു. തിരുവചനം ഇത്രയധികം പ്രാധാന്യം നൽകുന്ന ഈ വിഷയത്തിന് ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളിൽ പ്രാധാന്യം അവഗണിച്ചിട്ടുണ്ട്. മാനസാന്തരത്തിനുള്ള പ്രാധാന്യം വളരെ അവഗണിച്ചിട്ടുണ്ട്. മാനസാന്തരം വിട്ടുകളഞ്ഞ സുവിശേഷമാണ് ഇന്നത്തേത്. അത് അപൂർണ സുവിശേഷമാണ്. നമ്മുടെ പൂർവികന്മാർ മാനസാന്തരത്തിന് നൽകിയതായിരിക്കുന്ന പ്രാധാന്യം ഇന്നത്തെ സുവിശേഷ പ്രസംഗങ്ങളിൽ നൽകുന്നുണ്ട്. അപ്പോ ഈ ഒരു തെറ്റ് തിരുത്തേണ്ടതാണ്. മാനസാന്തരത്തിന് വചനം നൽകുന്നതായിരിക്കുന്ന അർത്ഥവും ഉപദേശവും ഗ്രഹിച്ച് അതിൻ്റെതായിരിക്കുന്ന പ്രാധാന്യം നൽകേണ്ടതാണ്. ഇന്നിപ്പോ ആളുകളോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ ആരും സമ്മതിക്കുകയില്ല. വിശ്വാസികൾക്ക് മാനസാന്തരം പറഞ്ഞു. ഇന്നത്തെ വിശ്വാസികളുടെ പോക്ക് കണ്ടാൽ, സഹോദരന്മാരെ ഈ പോക്ക് ശരിയല്ല, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ദൈവവചനപ്രകാരം ഉള്ളതായിരിക്കുന്ന രീതിയിലേക്ക് തിരിച്ചു വരണം. അത് പറയാനായിട്ട് പ്രയാസമാണ്. സഹോദരന്മാരെ, നമുക്കൊരു ബൈബിൾ ക്ലാസ് കൂടെ വെക്കാം, അപ്പോൾ എല്ലാം മെച്ചമാകും. നമുക്കൊരു പ്രാർത്ഥനയെ കൂടെ വെക്കാം. രണ്ടാം ശനിയാഴ്ച നമുക്കൊരു സുവിശേഷ പ്രവർത്തനം കൂടെ വെക്കാം, അപ്പോൾ എല്ലാം ശരിയാകും. എവിടെ ശരിയാകാനാ? ഒരു മാനസാന്തരം വന്ന് തെറ്റുകൾ തിരുത്തി ഒരു പുതിയ രീതിയിലേക്ക് പോവുക, വചനത്തിന്റെ രീതിയിലേക്ക് പോവുകയല്ല, ഒന്നും മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് കർത്താവും അപ്പോസ്തലന്മാരും സ്നാപക യോഹന്നാനും പഴയ നിയമത്തിലെ പ്രവാചകന്മാരും പ്രസംഗിച്ച മാനസാന്തരത്തിന്റെ വചനം നാം ഒരു വിട്ടുവീഴ്ചയും കൂടാതെ പ്രസംഗിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ മാനസാന്തരം എന്ന ആ വാക്കിന് പഴയ നിയമത്തില് ഉപയോഗിച്ചിട്ടുള്ള രണ്ട് പ്രധാന വാക്കുകളാണ്. ഒന്ന് നേഹം, ഹെബ്രായ വാക്ക് നേഹം. പക്ഷെ ഈ വാക്ക് സാധാരണയായി ദൈവത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ചുരുക്ക സന്ദർഭങ്ങളിൽ മാത്രമേ മനുഷ്യർക്ക് വേണ്ടി ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. ദൈവം തിന്മയെക്കുറിച്ച് അനുതപിച്ചു, അവൻ മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറയാറുണ്ട്. ദൈവത്തിന് അങ്ങനെ തെറ്റ് തിരുത്തേണ്ട ആവശ്യമുണ്ടോ? അവിടെ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ തെറ്റ് തിരുത്തുക എന്നുള്ളതല്ല, ദൈവം നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന വഴികളെ മനുഷ്യൻ മറിച്ച് തിന്മയ്ക്ക് വേണ്ടി ചെയ്തപ്പോൾ അത് കണ്ട ദൈവത്തിന് മനസ്സിന് ഖേദം വന്നു. ആ അർത്ഥത്തിലാണ് മനുഷ്യനെ ഉണ്ടാക്കിയതും ദൈവം ഖേദിച്ചു എന്നും ഇങ്ങനെ ഓരോ പ്രദേശങ്ങളിൽ അതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല ദൈവത്തിന് പാപബോധം വന്നുവെന്നോ കുറ്റബോധം വന്നുവെന്നോ അല്ല. ചുരുക്ക സന്ദർഭങ്ങളിൽ ഈ വാക്ക് മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു സന്ദർഭമാണ്. നിങ്ങൾക്കത് വായിക്കാം. ഇയ്യോബ് 42:6, ഇർമ്യാ 8:6 മുതലായിരിക്കുന്ന വാക്യങ്ങൾ ചുരുക്കം സന്ദർഭങ്ങളിൽ പഴയ നിയമത്തിൽ ഇത് മനുഷ്യന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉള്ള ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്ക്. അതാ ഈ വാക്കാണ് നേഹം. റിപ്പന്റ് ചെയ്തു, ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട്. കാരണം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചതായിരിക്കുന്ന മനുഷ്യനെ ദൈവം ഒരു പ്രളയം വരുത്തി നശിപ്പിക്കാൻ പോകും. അപ്പൊ ഞാൻ സൃഷ്ടിച്ചതായിരിക്കുന്ന ഈ മനുഷ്യരെ എല്ലാം ഞാൻ നശിപ്പിച്ചു കളയണമല്ലോ എന്ന് ദൈവത്തിന് പറഞ്ഞപ്പോ ആ മനുഷ്യനെ സൃഷ്ടിച്ചതിൽ തനിക്ക് കുറ്റബോധം ഉണ്ടായിരുന്നു. തെറ്റുന്നല്ല, ഞാൻ നല്ല ഉദ്ദേശത്തിന് വേണ്ടി ചെയ്തതായിരിക്കുന്ന ഈ കാര്യം ഈ മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തി കൊണ്ട് ഇങ്ങനെയായി തീർന്നല്ലോ എന്നത്. മക്കൾക്ക് വേണ്ടി എല്ലാം ഒരുക്കി, വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം അയച്ചവരെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ അയച്ചിട്ട് മകൻ അവിടെ പോയി ഡ്രഗ്സും ഒക്കെ അടിച്ച് അവസാനം കോളേജിൽ
പേരൻസിനെ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇവനെ പറഞ്ഞയക്കാൻ പോവുകയാണ്, ഡിസ്മിസ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളുടെ മകനെ നിങ്ങൾ കൂട്ടിക്കൊണ്ടുപോകും. ഒപ്പൻ അവിടെ നിന്നിട്ട് മനസ്സിന് വലിയ ഖേദം തോന്നി. എന്താണ്, എൻ്റെ മോനെ, നിന്നെ ഞാൻ വലിയൊരു മനുഷ്യനാക്കാൻ വേണ്ടി ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വളരെ പണം ചെലവാക്കി നിന്നെ ഞാൻ പഠിപ്പിക്കാനായിട്ട് അയച്ചു. നിന്നെ ഞാൻ ജനിപ്പിച്ചു എന്നുള്ളതിൽ തന്നെ എനിക്ക് ഖേദം തോന്നുന്നു. നീ എൻ്റെ മകനായി ജനിച്ചതിൽ എനിക്ക് ഖേദം തോന്നുന്നു. നിനക്ക് ഇങ്ങനെ സംഭവിച്ചു. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെ കുറ്റബോധമല്ല തോന്നുന്നത്, നമുക്ക് ആ സാഹചര്യങ്ങൾ ഒന്ന് മെച്ചപ്പെടുത്തുവാനായിട്ട് നീ കഴിയുകയില്ലല്ലോ എന്നുള്ളതായിരിക്കുന്ന ഒരു ചിന്ത അങ്ങനെ വരും. പല ഭാഗങ്ങളിലുണ്ട്. 1 ശമൂവേൽ 15:11 ശൗലിനെ രാജാവാക്കിയതിൽ ദൈവത്തിന് സങ്കടം തോന്നി. 2 ശമൂവേൽ 24:16, യിരെമ്യാവ് 18:10 മുതലായിരിക്കുന്ന പല ഭാഗങ്ങളിൽ മനുഷ്യന്റെ തെറ്റായ പ്രവൃത്തികളെ ശിക്ഷിക്കേണ്ടതായിട്ട് വരുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന വികാരത്തെ ഈ നാഹം എന്ന വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചു. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചിന്തയുള്ള ഒരാളുടെ ഹൃദയ വികാരത്തെ പ്രകടിപ്പിക്കുന്ന ഒരു വാക്കാണ്. ഇക്കാരണത്താൽ വിലപിക്കുക എന്നും ദുഃഖിക്കുക എന്നും ഈ വാക്കിനെ പരിഭാഷ ചെയ്തിട്ടുണ്ട്. എന്നാൽ സ്വന്തം പ്രവൃത്തിയോടും സ്വഭാവത്തോടുമുള്ള ബന്ധത്തിൽ ഈ വാക്കിന് അനുതാപം, പശ്ചാത്താപം എന്നൊക്കെയാണ് അർത്ഥം. ഏകദേശം 40 പ്രാവശ്യം അനുദപിക്കുക എന്ന് പഴയ നിയമത്തിൽ ഈ വാക്കിനെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയെല്ലാം ദൈവത്തെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരിക്കൽ പോലും ദൈവം ഒരു തെറ്റ് ചെയ്തു എന്ന അർത്ഥത്തിലല്ല. നന്മയ്ക്ക് വേണ്ടി ദൈവം ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തിയെ മനുഷ്യൻ തിന്മയ്ക്കാക്കി തീർത്തത് കൊണ്ട് ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചല്ലോ, ഇവനിത് സംഭവിച്ചല്ലോ എന്ന അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഈ വാക്യങ്ങൾക്ക് ചിലയിടത്ത് ദൈവത്തിന് ഭാവബോധമുണ്ട്, കുറ്റബോധമുണ്ട് എന്നൊക്കെ പ്രസംഗിച്ചു കളി. അത് ഈ പ്രയോഗത്തിന്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ട് അങ്ങനെ പറയുന്നതാണ്. അങ്ങനെ നമുക്ക് വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കാനായിട്ട് കഴിയും. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവം അനുദപിച്ചു, സൃഷ്ടിക്കേണ്ട ദൈവത്തിൽ തോന്നി, പിതാവ് പുത്രനോട് അതേക്കുറിച്ച് ഏറ്റു പറഞ്ഞു, പിതാവ് എന്നോട് ക്ഷമിക്കണമേ, ഞാൻ അവനെ ഉണ്ടാക്കിയതിൽ എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പ്രസംഗിക്കാം. അങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. ദൈവം ഒരു തെറ്റും ചെയ്യുന്നവനല്ല, ഒരിക്കൽ തെറ്റ് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. ഒരു കാര്യം ചെയ്ത് തെറ്റായി പോയി ദൈവത്തിന് തോന്നിയിട്ടില്ല. പക്ഷേ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്ത കാര്യം മനുഷ്യൻ നന്മയ്ക്കായി ഉപയോഗിക്കാതെ തിന്മയ്ക്ക് വേണ്ടി ആക്കി തീർത്തപ്പോൾ നമ്മൾ പറയല്ലേ, എൻ്റെ ദൈവമേ, ഇവൻ ഇങ്ങനെ ഭവിച്ചല്ലോ, ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടി എന്തോരു കാര്യങ്ങളാണ് ചെയ്തത്, ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യുന്നത്? മനോവിദ്യാഭ്യാസത്തിനുള്ളത് എല്ലാം ഇപ്പൊ അത് മുഴുവൻ കളഞ്ഞു പറഞ്ഞല്ലേ, കോടിക്കണക്കിന് സ്വത്തും എല്ലാം കൊടുത്തതാ, മുഴുവനും ഡ്രഗ്സ് അടിച്ച് പെണ്ണുങ്ങൾക്കും കളഞ്ഞ ഇവൻ ഇങ്ങനെ ആയി തീർന്നല്ലോ, ഒരു തെണ്ടിയായിട്ട് തീർന്നല്ലോ. അവരെ ജനിപ്പിച്ചതിന് ദുഃഖം തോന്നും. ഞങ്ങളുടെ പാലായിലായിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലും ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക് വന്നു. നല്ല ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കും, ഫ്ലുവൻ്റായിട്ട്. 30-35 വയസ്സുള്ള ചെറുപ്പക്കാരന് വീട്ടിൽ വന്നിരുന്നു. മുഷിഞ്ഞ വസ്ത്രമൊക്കെയാ, ആ വെളുത്ത ഉടുപ്പൊക്കെയാണ് ധരിക്കുന്നത്, പക്ഷെ അതൊക്കെ ചെളിയാണ്. ഞാൻ അവനെ കണ്ടപ്പോൾ നല്ല സുമുഖനായ ഒരു മനുഷ്യൻ, പ്രത്യേകം വന്നത് ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് പഠിച്ചു പറഞ്ഞു. ഞാൻ അവനോട് സുവിശേഷമൊക്കെ പറഞ്ഞു, ഇനിയും വരാൻ സാർ എന്നൊക്കെ പറഞ്ഞ് അവൻ പോയി, ചായ കുടിച്ച് പോയി. അവൻ പോയ പുറകെ അയൽവക്കത്തുള്ള വേറൊരു മാന്യനായ മനുഷ്യൻ വീട്ടിൽ വന്ന് പറഞ്ഞു, സാറേ മനുഷ്യനെ വീട്ടിൽ കയറ്റെന്ന് പറഞ്ഞു. അവനെ വീട്ടിൽ കയറ്റ. അവന് ഒരു കോടീശ്വരന്റെ മകനാണ്, ഒറ്റ മകനേ ഉള്ളൂ. അവൻ്റെ അപ്പന് 500 ഏക്കർ റബ്ബർ തോട്ടമുള്ള ഒരു വലിയ പാലായിലെ വലിയ ധനവാനായ ഒരു മനുഷ്യന്റെ ഒറ്റ മകനാണ്. അവൻ ആ കടയുടെ തിന്നെ കിടന്ന രാത്രി ഉറങ്ങുന്നത് ഡ്രഗ്സ് അടിച്ച്. അവന്റെ വീട്ടിൽ അപ്പനും അമ്മയും കയറ്റുകയില്ല. അങ്ങനെ ഒരു മകൻ അവർക്ക് ജനിച്ചു എന്നുള്ളതിൽ അവർക്ക് അഗാധമായ ഖേദമുണ്ട്. അതാണ് അവനെ ജനിപ്പിച്ചതിൽ അപ്പനും അമ്മയ്ക്കും അനുതാപമുണ്ട്, ഖേദമുണ്ട്. എന്ന് പറഞ്ഞാൽ അവർ ബന്ധപ്പെട്ടതിൽ ഖേദമുണ്ടെന്നല്ല, ഭാര്യ ഗർഭം ധരിച്ചത് ഖേദമുണ്ടെന്നല്ല, ഇത്രയധികം സ്വത്തുക്കൾക്ക് ഉടമയായി സുഖമായി ജീവിക്കേണ്ട ഒരു മകന് ഈ വല്ല കടയുടെ തിന്നയ്ക്കും കിടന്ന് പട്ടി കിടക്കുന്നിടത്ത് അതിന് തൊട്ടടുത്ത് അവനും കിടന്ന് ഉറങ്ങേണ്ടതായിരിക്കുന്ന ഒരു ഗതികേട് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ അവനെ ഓർക്കുമ്പോൾ സങ്കടമാണ്, പാപബോധമല്ല, സങ്കടമാണ് വരുന്നത്. അത് അതിനൊരു നല്ല ദൃഷ്ടാന്തമായിട്ട് ഞാൻ അന്ന് മനസ്സിലാക്കി ഒന്നാണ്. ഇബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു വാക്ക് ഷബ് എന്ന വാക്കാണ്. ഷബ്, ഷുബ് എന്നൊക്കെ പല രൂപത്തിൽ അത് ഉപയോഗിക്കും. ഈ അനുതാപം എന്ന ആശയത്തെ പ്രകടമാക്കുന്ന ഒരു പ്രധാന പദമാണ് അത്, അനുതാപം. പ്രവാചകന്മാർ തങ്ങളുടെ ന്യായവിധ സന്ദേശങ്ങളിൽ വളരെയധികം ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്. തെറ്റുകളിൽ നിന്നും മടങ്ങി വരിക,
എന്ന അർത്ഥമാണ് ഈ വാക്കിനുള്ളത്. ഷൂബ് എന്ന വാക്കിന് അതാണ്, തെറ്റുകളിൽ നിന്നും മടങ്ങി വരിക. ഈ വാക്ക് മനുഷ്യന് വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയാം, ദൈവത്തിന് വേണ്ടി അത് ഉപയോഗിച്ചിട്ടില്ല. എവിടെയോ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു പക്ഷേ അങ്ങനെ വേണമെങ്കിൽ പരിഭാഷ ചെയ്യാൻ ചിന്തിക്കുന്നവരുണ്ട്. എന്നാൽ അത് മനുഷ്യന് വേണ്ടിയാണ്. തെറ്റിൽ നിന്നും മടങ്ങി വരിക, തെറ്റ് പറ്റിപ്പോയി മടങ്ങി വരിക, ആ അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ആവർത്തന പുസ്തകം 4:30, നെഹമ്യ 1:9, സങ്കീർത്തനം 7:12, യിരെമ്യാ 3:14, ഇങ്ങനെ ഒരുപാട് വേദഭാഗങ്ങള് ഞങ്ങൾ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിന് മാത്രം വരുത്തുവാൻ കഴിയുന്ന ഒരു ആന്തരിക വ്യതിയാനത്തെ സൂചിപ്പിക്കുന്ന വാക്കാണ്. അതായത് തെറ്റ് പറ്റിപ്പോയി എന്ന ബോധ്യത ദൈവത്തിന് മാത്രമേ നൽകുവാനായിട്ട് കഴിയൂ, വേറെ ആർക്കും കഴിയുവാനായിട്ട്. അപ്പൊ അങ്ങനെ ദൈവത്തിന് മനുഷ്യന്റെ ഹൃദയത്തിൽ പ്രവർത്തിച്ച് വരുത്തുവാൻ കഴിയുന്നതായിരിക്കുന്ന ഒരു ബോധ്യതയാണ് എനിക്ക് തെറ്റ് പറ്റിപ്പോയി. അപ്പോ പരിശുദ്ധാത്മ പറയുന്നു നീ തിരിച്ചു വരിക എന്ന്. അപ്പോ ഇപ്രകാരം ദൈവം മനുഷ്യനിലേക്ക് തിരിയുന്ന അവസരങ്ങളിൽ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. തിരിച്ചു വരിക എന്ന അർത്ഥത്തിൽ ആണ് ഇത് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. യെഹെസ്കേൽ പ്രവചനം 14:1, ഹോശേയ 12:6 ഈ ഭാഗങ്ങളിൽ അനുതാപവും തിരിച്ചുവരവും രണ്ടും ഈ വാക്യത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അനുതപിച്ച് തെറ്റുപറ്റി എന്ന് സംബന്ധിച്ച് തിരിച്ചു വരിക. അപ്പൊ ദുഃഖത്തെക്കാൾ തിരിച്ചുവരവ് എന്ന ആശയത്തിനാണ് പ്രാധാന്യം എന്ന് പറയുന്നത്. റിട്ടേൺ, തിരിച്ചു വരിക. അപ്പൊ ധൂർത്തുപുത്രന്റെ കഥയില് അവന് തെറ്റുപറ്റി എന്ന ബോധ്യം വന്നു. പക്ഷെ അവനൊരു തീരുമാനം ചെയ്തു, ഞാൻ എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. ആ തിരിച്ചുപോക്കിനാണ് ഈ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത്. തെറ്റുപറ്റി എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ തെറ്റ് തിരുത്തുവാനായിട്ടുള്ള മടങ്ങിപ്പോക്ക്, ആ ആശയത്തിനാണ് അടിവരയുന്നത്. എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിച്ചുകൊണ്ട് പല ആളുകളും എന്ത് ചെയ്യും, ആ ജോലിയിൽ തന്നെ തുടരും. അങ്ങനെ പലരും പറയും, ഞാൻ ഈ ജോലി ഒന്നും എടുക്കേണ്ടത്, എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ, ഇവിടെ തന്നെ ചാകുന്നവരെ ഇവിടെ തന്നെ. അത് മാനസാന്തരമല്ല, ഈ വാക്കിന്റെ അർത്ഥം അതല്ല. എപ്പോ നമുക്ക് തെറ്റുപറ്റിപ്പോയെന്ന് ബോധ്യമാകുന്നു അപ്പോൾ നാം എന്ത് ചെയ്യും, തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് നാം പോകും. അപ്പോൾ ഒരു തിരിച്ചുവരവ് എന്നുള്ള ആശയമാണ് ഈ മാനസാന്തരം എന്നതായിരിക്കുന്ന ആ വാക്കിന് പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതായിരിക്കുന്ന ഈ വാക്കുകൾക്ക് ഉള്ളത്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും അവിടെ തന്നെ 3-4 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. മെറ്റാ നോയേയോ എന്നും മെറ്റാ മെലമായി എന്നുമുള്ള ബന്ധപ്പെട്ട ഒരേ റൂട്ടിൽ നിന്നുള്ള 2 ഗ്രീക്ക് വാക്കുകളാണ്. ഈ വാക്കുകളെ മാനസാന്തരം എന്നാണ് പുതിയ നിയമത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. എന്നാൽ ഈ വാക്കുകൾക്കുള്ള അടിസ്ഥാന അർത്ഥമെന്ന് പറഞ്ഞാൽ മനസ്സ് മാറ്റുക എന്നാണ്. മനസ്സ് മാറ്റുക, ടു ചേഞ്ച് വൺസ് മൈൻഡ്. മനസ്സ്. നോയോ എന്ന് പറഞ്ഞാൽ മനസ്സെന്നാണ്. മെറ്റ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ, ചേഞ്ച് മൈൻഡ്, മനസ്സിന് മാറ്റം വരുത്തുക എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പോ ഈ വാക്കുകൾക്ക് അനുദപിക്കുക, ദുഃഖിക്കുക എന്ന ആശയങ്ങൾ ഉണ്ടെങ്കിലും തെറ്റ് തിരുത്തുക എന്നുള്ളതായിരിക്കുന്ന, മനസ്സിന് മാറ്റം വരുത്തുക എന്ന ആശയമാണ് പ്രധാനമായിട്ട് ഉള്ളത്. മെറ്റ മെലോമായി എന്നൊരു വാക്കുണ്ട്, അതും ബന്ധപ്പെട്ട വാക്കാണ്. അതിന് സാധാരണമായിട്ട് വികാരപരമായ ആശയത്തെ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ്. പാപസംബന്ധമായ വികാരം യഥാർത്ഥ അനുതാപത്തിലേക്ക് നടത്തുന്നു. അനുതാപമില്ലാത്ത ദുഃഖത്തിലേക്ക് അത് നയിക്കാം. എന്നാൽ അനുതാപം ഉള്ളതായിരിക്കുന്ന ഒരു ദുഃഖം, അങ്ങനെ ഇപ്പൊ യൂദായിക്കുണ്ടായ അത് മാനസാന്തരമല്ല, അത് അനുതാപവും മാനസാന്തരമല്ല, റിമോഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. തെറ്റുപറ്റിപ്പോയല്ലോ, ഒരബദ്ധം പറ്റിപ്പോയല്ലോ, ഇനി ജീവിച്ചിട്ട് എന്നെ കാര്യം ചത്ത് കളയാം. എന്നാൽ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പത്രോസിനുണ്ടായത് മാനസാന്തരമാണ്. ഞാൻ എൻ്റെ കർത്താവിനെ തള്ളിപ്പറഞ്ഞല്ലോ, ഞാൻ ഇനി എന്താ ചെയ്യുന്ന, അവൻ്റെ അടുത്ത് ചെന്ന് തിരിഞ്ഞു നോക്കി കർത്താവ് അവനുമായിട്ട് അവരുടെ കണ്ണുകളൊന്ന് ക്ലോസ് ചെയ്തു. ആ സമയത്ത് പത്രോസ് അതിദുഃഖത്തോടെ പുറത്തുപോയി കരയുകയാണ് ചെയ്തത്, എൻ്റെ നാഥനെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ. അപ്പം മനുഷ്യന്റെ വികാരങ്ങൾക്കും മനുഷ്യന്റെ ഇച്ഛാശക്തിക്കും ഉണ്ടാകുന്നതായിരിക്കുന്ന മാറ്റമാണ് ഈ വാക്കുകളിൽ പ്രധാനമായിട്ട് ഉള്ളത്. മനസ്സ് മാറ്റുക എന്ന് അതിനെ നമുക്ക് പറയുവാനായിട്ട് കഴിയും. മെറ്റാ നോയേയോ എന്ന ഗ്രീക്ക് വാക്ക് മാനസാന്തരത്തെ കുറിച്ചുള്ള പുതിയ നിയമ ഉപദേശം ഉൾക്കൊള്ളുന്ന പദമാണ്. പാപിയുടെ ദൈവത്തിങ്കിലേക്കുള്ള തിരിയൽ എന്ന ആശയമാണ് ഈ വാക്കിനുള്ളത്. വേറൊരു മനസ്സുണ്ടാവുക എന്നോ പാപത്തെക്കുറിച്ചുള്ള ചിന്തയും ആശയവും ലക്ഷ്യവും വ്യത്യാസപ്പെടുത്തുക എന്നോ ഈ വാക്കിനെ അങ്ങനെയൊക്കെയാണ്. തിരിയുക, ടേൺ അവേ എന്നൊക്കെയാണ് ഈ വാക്കിനെ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്.
സ്നാപകയോഹന്നാനും ക്രിസ്തു അപ്പോസ്തലന്മാരും അവരുടെ പ്രസംഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്കിതാണ്. ഈ മെറ്റാനോയ എന്നുള്ള വാക്കാണ്. അവർ പറഞ്ഞ എന്താണ്? നിങ്ങൾ നിങ്ങളുടെ വഴികളെ കുറിച്ച് നിങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും വികാരത്തിലും നിങ്ങൾക്ക് തെറ്റ് തോന്നി നിങ്ങളെ സങ്കടപ്പെട്ടിട്ട് പഴയ വഴിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരിക. അതാണ് അവർ പറഞ്ഞത്. യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നത് പ്രവൃത്തിയിൽ കൂടെ മാത്രം വെളിപ്പെടുത്തുന്ന ഒന്നാണ്. വാക്കിൽ കൂടെ അല്ല, പ്രവൃത്തിയിൽ കൂടെയാണ്. പല ആളുകളും വാക്കിൽ കൂടെയൊക്കെ അവർ പറയും. സാക്ഷ്യം പറയുന്നിടത്ത് ഞാൻ ഇനി പുകവലിക്കില്ലെന്നൊക്കെ പറയും. പക്ഷെ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യും? അങ്ങോട്ട് ഇറങ്ങിപ്പോ ഈ ലാസ്റ്റ് പുകവലിയാന്ന് പറഞ്ഞു, ലാസ്റ്റ് പുകവലിയാന്ന് പറഞ്ഞു. പണ്ട് ആരോ സ്നാനപ്പെട്ടതിന് ശേഷം കുടിക്കുന്നവനായിരുന്നു. കുടിയന്മാരായ കൂട്ടുകാരുടെ അടുക്കെ ചെന്നിട്ട് പറഞ്ഞടാ, ഞാൻ സ്നാനപ്പെട്ടു, ഇതെന്റെ ലാസ്റ്റ് കുടിയാ, വാ നമുക്കെല്ലാം കൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. കൂട്ടുകാരെ എല്ലാം കൂടെ കള്ളുചാപ്പി കൊണ്ടുപോയി പൂരം കള്ളു വാങ്ങിച്ച് കുടിച്ച് അവരൊക്കെ കാണിക്കാവുന്ന എല്ലാ വൃത്തികേടുകളും കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞു. എങ്ങനെ ലാസ്റ്റ് ആകും? മാനസാന്തരം വന്നു? മാനസാന്തരം വന്നില്ല. മദ്യപാനത്തെ കുറിച്ചുള്ള അവന്റെ കാഴ്ചപ്പാടിന് ഒരു വ്യത്യാസവും വന്നില്ല. സ്നാനപ്പെടുക എന്ന് പറഞ്ഞ നല്ല കാര്യം സംഭവിച്ചാൽ അത് എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? മദ്യപാനം എന്ന് പറഞ്ഞതായിരിക്കുന്ന പാപം ചെയ്താണ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അത് മാനസാന്തരമല്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊന്നും മാനസാന്തരമല്ല. അതാണ് നമ്മുടെ പലപ്പോഴും നമ്മൾ സുവിശേഷമൊക്കെ പറഞ്ഞ് രക്ഷിക്കപ്പെട്ടൊക്കെ വന്ന് 1 മാസം 2 മാസമൊക്കെ മദ്യപാനമൊക്കെ നിർത്തി പിന്നെ സ്നാനപ്പെട്ട് കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോൾ വീണ്ടും പഴയതിലേക്ക് പോയി. കാരണം അവർക്ക് ഒരിക്കലും അവരുടെ ബുദ്ധിയിൽ തെറ്റാണ്, നല്ല മദ്യപാനവും തോന്നിയെങ്കിലും വൈകാരികമായി ഒരു വ്യത്യാസം വന്നില്ല. അവരപ്പോഴും മദ്യത്തെ സ്നേഹിച്ചത്, മദ്യത്തിന്റെ മണവും മദ്യത്തിന്റെ ടേസ്റ്റും ഒക്കെ അവരപ്പോഴും സ്നേഹിച്ചത്. അവരുടെ ഇച്ഛാതലത്തിൽ ഞാൻ ഇനി കുടിക്കയില്ലെന്നൊരു തീരുമാനം അവരൊരിക്കലും ചെയ്തില്ല. പക്ഷെ ബുദ്ധിയുടെ തലത്തിൽ മദ്യപാനം തെറ്റാണ്, ദോഷം ചെയ്യുന്നതാണെന്ന് നമുക്ക് ബോധ്യം വന്നു. പക്ഷെ അതിനെ നമുക്ക് മാനസാന്തരം എന്ന് പറയാനൊക്കെയില്ല. ഒരു ഭാഗികമായ മാനസാന്തരം എന്ന് മാത്രമേ നമുക്കതിനെ പറയാനായിട്ട് സാധിക്കൂ. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ വായിച്ച്. 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിന്റെ 24-25 വാക്യങ്ങൾ. ഇവിടെ ഈ മാനസാന്തരം എന്നാൽ എന്താണ് എന്ന് ഏതാണ്ട് വിശദീകരിക്കുന്ന ഒരു വാക്യമാണ്. വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. അപ്പൊ കണ്ടില്ലേ, വ്യത്യാസം കണ്ടില്ലേ? എന്താ വ്യത്യാസം? പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കെണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുന്നവരായി. അതാണ് പിശാചിന്റെ കെണിയിൽ നിന്നും അവരെ വിടുവിച്ചിട്ട് ദൈവേഷ്ടം ചെയ്യുന്നവരായി. അതിനുവേണ്ടി അവരെ ദൈവത്തിനും പഠിപ്പിക്കണം. അതാണ് യഥാർത്ഥമായ മാനസാന്തരം എന്ന് പറയുന്നത്. കള്ളനീതി കക്കാതെ മാനസാന്തരം വന്നാൽ എന്ത് ചെയ്യും? മാനസാന്തരം വന്ന കള്ളനീതി എന്ത് ചെയ്യും? അവൻ കക്കാതെ മുട്ടുള്ളവന് കൊടുക്കേണ്ടതിന് സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചുണ്ടാക്കും. അവന് മാനസാന്തരം വന്നു. ഞാൻ മറ്റുള്ളവനെ മുടിച്ചാ ജീവിച്ചത്, അത് തെറ്റാണ്, ദൈവം എന്നോട് ക്ഷമിക്കട്ടെ, ഇനിയും മേലിൽ ഞാൻ എൻ്റെ ആയുസ്സും ആരോഗ്യവും ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് വേല ചെയ്ത് ഉണ്ടാകുന്ന കാശ് ഞാൻ മുടിച്ച ആളുകൾക്ക് അല്ലെങ്കിൽ മറ്റാവശ്യക്കാരുള്ള ആളുകൾക്ക് കൊടുക്കും. അങ്ങനെ എൻ്റെ പാപത്തിന് ഞാൻ പരിഹാരം വരും, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ പരിഹാരം വരും. അതാ മാനസാന്തരം എന്ന് പറയുന്നത്. ഞാൻ ബാങ്ക് മോഷിച്ച് എനിക്ക് 10-60 ലക്ഷം രൂപ കാശ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതേക്കുറിച്ച് മാനസാന്തരപ്പെടുന്നു. അത് ഞാൻ ഇനിയും വളരെ സൂക്ഷ്മതയോട് ഉപയോഗിക്കും. എൻ്റെ മക്കൾക്ക് പ്രയോജനമുള്ളതായിരിക്കുന്ന എന്തെങ്കിലും പ്രോജക്റ്റ് ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയോ വസ്തു വാങ്ങിച്ചിടുകയോ ഒക്കെ ചെയ്യും. ഇനി ഞാൻ മോഷ്ടിക്കുകയില്ല. അത് മാനസാന്തരമാണോ? അത് മാനസാന്തരമല്ല. മോഷ്ടിക്കുന്നതിന്റെ ആപത്തിനെ കുറിച്ച് അവന് ബോധം വന്നു. അതുകൊണ്ട് ഇനിയും മേലെ ഞാൻ മോഷ്ടിക്കരുത്. പക്ഷെ മോഷ്ടിച്ച് കിട്ടിയ കാശ് ഞാൻ എന്ത് ചെയ്യും? വളരെ വിവേകത്തോടും ബുദ്ധിയോടും കൂടെ ഉപയോഗിക്കും. അതാണ് അവൻ പറയുന്നത്. അതൊന്നും മാനസാന്തരമല്ല. അങ്ങനെയൊക്കെയുള്ള മാനസാന്തരമാണ് പലപ്പോഴും സഭയിലൊക്കെ ഉള്ളത്. അങ്ങനെയൊക്കെയാണ്. ജീവിതകാലം മുഴുവനും പാപം ചെയ്ത് കാശ് സമ്പാദിച്ച് പിന്നെ വാർദ്ധക്യകാലമായപ്പോൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് സഭയുടെ വചന ശുശ്രൂഷ എന്ന് പറഞ്ഞ ജോലി എടുത്തു. എടോ, ഇയാൾ സമ്പാദിച്ച കാശൊക്കെയോ അത് ഞാൻ എൻ്റെ പിള്ളേർക്ക് വേണ്ടിയൊക്കെ ഓരോ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്നും മാനസാന്തരമല്ല. വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്ത് ജീവിച്ച ആളെ മദ്യവെച്ച് ഇപ്പൊ ഞാൻ മദ്യപാനം നിർത്തി, പിന്നെ വേണ്ടാത്ത പ്രവൃത്തികൾ തുടരുന്നുണ്ട്. പക്ഷെ മദ്യപിക്കുന്നതിന് ഫലമായിട്ടാണ് പണ്ട് ചെയ്തത്, ഇപ്പൊ മദ്യപിക്കാത്തതിന്റെ ഫലമായിട്ട് ചെയ്യുന്നു. പണ്ട് കേട്ടിട്ടുണ്ട്, സുവിശേഷ പ്രസംഗത്തില് ഉപദേശി മദ്യപാനത്തിനെതിരെ പുകവലിക്കെതിരെയാണ് പുകവലിക്കെതിരെ ശക്തമായി പ്രസംഗിച്ചു. പുകവലി തെറ്റാണ്. അപ്പോൾ അടുത്ത ഞായറാഴ്ച പള്ളി വന്നപ്പോൾ എല്ലാവരും സാക്ഷ്യം പറഞ്ഞു, ഇന്നത്തെ പ്രസംഗത്തിൽ എനിക്ക് മാനസാന്തരം പറ്റി, ഞാൻ എൻ്റെ ഇന്ന പാപം ഉപേക്ഷിച്ചു. ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു,
ഞാന് ഭീഡിവലി നിർത്തി, അതിന് പകരം ഇപ്പോ പുകയില മുറുക്കാണ് തുടങ്ങിയിരിക്കുന്നത്. ഭീഡിവലി തുടങ്ങി നിർത്തിയിട്ട് പുകയില മുറുക്കിയിട്ട് പുകയില വെട്ടി നുറുക്കിയാണ് വീടിന്റെ ഇലക്കകത്ത് വെച്ച് തുറത്ത് അത് പുകയ്ക്കുന്നു. ഇപ്പൊ അത് നേരെ വായിലിട്ട് ചവയ്ക്കുന്നു. അത് മാനസാന്തരമല്ല, പക്ഷെ പലരും അതൊക്കെയാണ് മാനസാന്തരം പറഞ്ഞത്. ഒരാൾ പറഞ്ഞു എല്ലാ ദിവസവും ഭാര്യയെ തല്ലുമായിരുന്നു, ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം തല്ലു. അന്ന് തല്ലേണ്ടത് മുഴുവൻ തല്ലും, പിന്നെ അടുത്ത ആഴ്ചയല്ലേ ഉള്ളൂ ഇനിയും തല്ല്. അപ്പൊ ഭാര്യ ചോദിച്ചു പറഞ്ഞു, പിന്നെ അച്ഛന് മാനസാന്തരം വന്നു, തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഈ ദിവസങ്ങളിലെല്ലാം എന്നെ തല്ലുന്നത്, അതിന് പോലെ ഇപ്പൊ ഞായറാഴ്ച എടുത്തിട്ട് ഒഴുക്കി ഇടുകയും ചെയ്യും. അതാണ് ചിലരുടെ മാനസാന്തരം എന്ന് പറയുന്നത്. അതൊന്നും മാനസാന്തരമല്ല, അതൊന്നും മാനസാന്തരമല്ല. അങ്ങനെയുള്ള മാനസാന്തരമൊന്നും ദൈവം അംഗീകരിക്കുന്ന മാനസാന്തരമല്ല. വിരോധികൾക്ക് സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ ഗണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ ഉപദേശിക്കണം. ഇതാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള മാനസാന്തരമാണ് നമുക്ക് വേണ്ടത്. 2 കൊരിന്ത്യർ 7:10 വായിച്ച് അവിടെ പറയുന്നത്, ദൈവഹിത പ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. അനുതാപം വരാത്ത മാനസാന്തരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ മാനസാന്തരപ്പെട്ടത് തെറ്റായി പോയി എന്നൊരിക്കലും തോന്നാത്തതായിരിക്കുന്ന മാനസാന്തരമാണ് വരുന്നത്. എല്ലാം അങ്ങനെ പറയില്ല, അന്ന് സാക്ഷി പറയേണ്ട ആവശ്യമില്ല, ഒരു അബദ്ധത്തിന്റെ വികാരത്തിന്റെ തെളിൽ ഞാൻ കയറി സാക്ഷി പറയുന്നത് അത് അബദ്ധമായി, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാക്ഷി പറഞ്ഞാൽ മതിയാണ്. അതെ. അപ്പൊ യഥാർത്ഥ മാനസാന്തരത്തിന് അങ്ങനെ അനുതാപം വരികയില്ല. ഞാൻ സാക്ഷ്യം പറഞ്ഞത്, ഞാൻ കർത്താവ് വിശ്വസിച്ചത്, ഞാൻ തെറ്റ് തിരുത്തിയത് ഒരു തെറ്റായി പോയി, അത് അപ്പം ചെയ്യാൻ പാടില്ലായിരുന്നു, കുറച്ചുകൂടെ ചിന്തിച്ചാലോചിച്ചൊക്കെ വേണമായിരുന്നു ചെയ്യാൻ. അപ്പൊ അനുതാപം വരാത്ത മാനസാന്തരമാണ് രക്ഷയ്ക്കായിട്ട് ഉതകുന്നത്. അനുതാപം വരുന്ന മാനസാന്തരം രക്ഷയ്ക്കായിട്ട് ഉതകുകയില്ല. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. അപ്പോൾ ഇവിടെ മാനസാന്തരവും അനുതാപവും വ്യത്യാസമുള്ളതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുന്നു, പക്ഷേ ദുഃഖവും മാനസാന്തരവും വ്യത്യസ്തമാണ്. ദുഃഖമല്ല മാനസാന്തരം, ദുഃഖം മാനസാന്തരത്തെ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. ദുഃഖിക്കുന്നത് മാനസാന്തരമല്ല. ഒരുപാട് പേര് ദുഃഖിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് മാനസാന്തരം വന്നിട്ടില്ല. പൗലോസ് പറയുന്നത് എന്തെന്നാൽ, യഥാർത്ഥ ദുഃഖം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമ്മെ സഹായിക്കുന്നുവെന്ന്. യഥാർത്ഥ ദുഃഖം ദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ നമ്മെ സഹായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 20:21 വായിച്ചേ. പൗലോസിന്റെ സുവിശേഷ പ്രവർത്തനത്തെ കുറിച്ച് പറയുക. എന്താ താൻ ചെയ്തത്? ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതാണ് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ദൈവത്തിങ്കിലേക്കാണ് മാനസാന്തരം എന്ന് പറഞ്ഞ്, ദൈവം പാപത്തെ വെറുക്കുന്നവനാണ് എന്നുള്ളത് കൊണ്ട് ദൈവം വെറുക്കുന്ന പാപത്തെ ഞാനും വെറുക്കുന്നു. പിന്നെ പാപത്തിന്റെ ശമ്പളമായിരിക്കുന്ന മരണം യേശുക്രിസ്തു കാൽവറിയിൽ വഹിച്ച് എന്നെ രക്ഷിക്കുവാനായിട്ട് തീരുമാനിച്ചത് കൊണ്ട് യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കും. അപ്പൊ പാപത്തെ സംബന്ധിച്ചുള്ള മാനസാന്തരം, ദൈവം പാപത്തെക്കുറിച്ച് എന്തു പറയുന്നു അത് നാം സമ്മതിക്കുന്നു. ദൈവം പാപത്തെ വെറുക്കുന്നുവെന്നും പാപത്തിന്റെ ശമ്പളം മരണമാകുന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സമ്മതിക്കുന്നു. എന്നിട്ട് രക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്താണോ മുഖാന്തരം വെച്ചിരിക്കുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ഈ മാനസാന്തരവും വിശ്വാസവും ഒരുമിച്ച് പോകുന്നതാണ്. ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണ്. വിശ്വാസം കൂടാതെ മാനസാന്തരം കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ചിലപ്പോൾ ഭാര്യയ്ക്ക് തല്ലു കുറച്ചേ കൊണ്ടുള്ളത് വരും, പക്ഷേ അവന്റെ ആത്മാവിനെ കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തില് അതാണ്, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളു. നിങ്ങളുടെ മനസ്സിന് അന്തരം വരികണം. ഇങ്ങനെ പോകുന്ന മനുഷ്യരെ ഞാൻ പോകുന്ന വഴി തെറ്റാണ് എന്ന് ബോധ്യമാക്കി എന്റെ വഴി തെറ്റാണെന്ന് സമ്മതിച്ചിട്ട് ഇങ്ങനെ തിരിയണം. ഞാൻ പോകുന്ന വഴി തെറ്റാണ് എങ്കിലും ആ വഴിയെ തന്നെ ഞാൻ പോവുകയാണ്, കാരണം എന്റെ സ്വഭാവത്തിൽ തിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമേ ഇല്ല. ചിലങ്ങൾ പറയില്ലയോ, ആര് പറഞ്ഞാലും മാറുന്ന പ്രശ്നമില്ല, ആര് പറഞ്ഞാലും മാറുന്ന പ്രശ്നമില്ല. അങ്ങനെ ചില ആളുകളുണ്ട്. അവർ ഭയങ്കര അതേക്കുറിച്ച് അവർ അഭിമാനം കൊള്ളുന്നവരാണ്. ഞാൻ തീരുമാനിച്ചാൽ തീരുമാനമാണ്. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ അത് 3 കൊമ്പുണ്ട് എന്ന് തന്നെ ഞാൻ മരിക്കുന്നവരെ ബാധിച്ചുണ്ട്. മനസ്സുമായിട്ട് പ്രശ്നമില്ല. എനിക്ക് തെറ്റുപറ്റിയെന്ന് സമ്മതിക്കുന്നു. അങ്ങനെയല്ല, മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വരണം.
നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ് എന്ന് ബോധ്യമായാൽ നിങ്ങൾ ഉടനെ തന്നെ വഴി തിരിഞ്ഞു വരും, ശരിയായ വഴിക്ക് വരും. അതാണ് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു കൊള്ളുവിനെന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾക്ക് മാനസാന്തരം ഉണ്ടെന്നാ പറയുന്നത്, തിരിച്ചു വരവൊന്നും. ഡിസംബർ 31 എന്തോ ഒരു മാനസാന്തരമാണ്. പക്ഷേ ജനുവരി 2 ആകുമ്പോഴത്തേക്ക് പോകുന്ന വഴിയെ തന്നെ പോകുന്നു. ഒരു വ്യത്യാസവും, 2 ദിവസത്തേക്ക് ഒരു വ്യത്യാസം, അതേ ഉള്ളൂ. അതൊന്നും മാനസാന്തരമല്ല, അതൊന്നും മാനസാന്തരമല്ല. അപ്പോ മാനസാന്തരം എന്ന മലയാള വാക്ക് അവർ ശരിയായ ഉപദേശം പഠിപ്പിക്കുന്ന ഒരു വാക്കാണ്. മനസ്സിന്റെ അന്തരം അഥവാ വ്യത്യാസമാണ് മാനസാന്തരം. ഈ ആശയം മാനസാന്തരത്തെ കുറിച്ച് പ്രസ്താവിച്ചിട്ടുള്ള എല്ലാ ഭാഗങ്ങളിലും വ്യക്തമായിട്ടുണ്ട്. അപ്പൊ 2 അടിസ്ഥാന ആശയങ്ങളാണ് അതിൽ. ഒന്ന്, ഭാവിയിൽ വരുന്ന വ്യതിയാനം അഥവാ മനസ്സിന്റെ വ്യതിയാനം. ഇത് പാപത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വരുന്ന വ്യത്യാസമാണ്. രണ്ടാമത്, ആ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിങ്കിലേക്കുള്ള തിരിച്ചുവരവ്. ഈ രണ്ടാമത്തെ ആശയം ഇല്ലാത്തതായിരിക്കുന്ന കേസുകളിൽ ആദ്യത്തേതിന് യാതൊരു പ്രയോജനവുമില്ല. ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരാതെ മാനസാന്തരപ്പെട്ട് എന്ത് ചെയ്യാനാ? ഞാൻ പോകുന്ന വഴി തെറ്റാണെന്ന് കണ്ടിട്ട് ആ വഴിയെ തന്നെ സ്പീഡ് അല്പം കൂടെ കൂട്ടിയോ അല്പം കൂടെ കുറച്ചോ അങ്ങ് പോകുന്നു, അതേ ഉള്ളൂ. തെറ്റായ വഴിയിലാ, സൂക്ഷിച്ചങ്ങ് പോവാ, ചെല്ലുന്നിടത്ത് ചെല്ലട്ടെ. അങ്ങനല്ല. വഴി തെറ്റാണെന്ന് അറിഞ്ഞാൽ എന്ത് ചെയ്യണം? വഴി തെറ്റാണെന്ന് അറിഞ്ഞാൽ എത്ര ദൂരം പോയാലും തിരിച്ചു വരണം. പല ആളുകളും അങ്ങനെ തിരിച്ചു വരികയില്ല. അവരുടെ വ്യക്തിത്വത്തിന്റെ ഒരു ന്യൂനത കൂടെയാണ്. ദുർവാശിയുള്ള ആളുകൾ എന്ന് പറയില്ലേ, അവരുടെ ഇച്ഛാശക്തിയെ സംബന്ധിച്ച് അങ്ങനെയാണ്. അത് ടാറ്റ സ്റ്റീൽ പോലെയാണ്, വളയില്ല. അതിന് ഇച്ചിരി വളച്ചു വിട്ടാൽ നേരെ തിരിച്ചങ്ങ് പോകും, കൊള്ളുകയില്ല. അങ്ങനെയുള്ള ആളുകളെ കൊള്ളുകയില്ല. അത് യഥാർത്ഥമായ മാനസാന്തരം വരാത്ത ആളുകളാണ്. അപ്പോ മാനസാന്തരത്തിന്റെ തലങ്ങൾ എന്ന് പറയുന്നത്, ഒന്നാമത് ബുദ്ധിയിൽ ഉണ്ടാകണം. ബുദ്ധിയിലുള്ള മാറ്റമാണ് മാനസാന്തരത്തിന്റെ ഒന്നാമത്തെ തലം. ബുദ്ധിയുടെ തലത്തിലുണ്ടാകുന്ന വ്യതിയാനം. തെറ്റായ വഴികളെ ഉപേക്ഷിച്ച് ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ തക്കവണ്ണം പാപിയുടെ മനസ്സിനുണ്ടാകുന്ന വ്യതിയാനമാണല്ലോ മാനസാന്തരം. മനസ്സിനന്തരം വരിക എന്ന് പറഞ്ഞാൽ അവന്റെ ചിന്താഗതിക്കും വികാരങ്ങൾക്കും ഇച്ഛകൾക്കും വ്യത്യാസം വരിക എന്നാണ് അർത്ഥം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മനസ്സ് എന്ന് പറയുന്നതിന് 3 ഭാഗമാണ് ഉള്ളത്. 1 അവന്റെ ബുദ്ധി, 2 അവന്റെ വികാരം, 3 അവന്റെ ഇച്ഛാശക്തി. കണക്ക് പഠിപ്പിക്കുന്ന സാറ് കുട്ടികളെ ചോദിച്ചു, മനസ്സിലായോ? എന്താ ഉദ്ദേശിച്ചത്? നിങ്ങളുടെ ബുദ്ധി ഉൾക്കൊള്ളാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞോ? വിവാഹം കഴിപ്പിക്കുന്നതായിരിക്കുന്ന പുരോഹിതനോ ഉപദേശിയോ ആരാണോ ചെറുക്കനോടും പെണ്ണോടും ചോദിക്കും, നിനക്ക് മനസ്സാണോ എന്ന് പറഞ്ഞാൽ നിന്റെ ബുദ്ധി ഉൾക്കൊണ്ടോന്നാണോ? ഇല്ല. നിന്റെ ഇച്ഛയെ, നിന്റെ തീരുമാനത്തെ, ഈ സ്ത്രീയുമായി ജീവിക്കുവാൻ തക്കവണ്ണം നീ നിന്റെ ഇച്ഛയെ കീഴ്പ്പെടുത്തിയോ? ഈ പുരുഷനോട് കൂടി ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ ഇച്ഛാതലത്തിൽ ഒരു തീരുമാനമെടുത്തോ? ആർ യു വില്ലിങ്? മനുഷ്യന്റെ വില്ലിനെ സംബന്ധിച്ചാണ്. സൈക്യാട്രിസ്റ്റിനൊക്കെ ചെല്ലുമ്പോൾ ഡോക്ടറോട് എന്താ പറയുന്നറിയാം? ഡോക്ടറെ കുറച്ച് ദിവസമായിട്ട് എൻ്റെ മനസ്സിന് ഒരു സുഖമില്ലെന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ? 2+2 എന്ന് പറഞ്ഞാൽ 4 എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എൻ്റെ കൂടെ ജീവിക്കുന്ന സ്ത്രീ എൻ്റെ ഭാര്യയാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്നൊന്നും അർത്ഥമല്ല. പിന്നെന്താ? എൻ്റെ വികാരം, ഞാൻ വെറുതെ ഇരുന്ന് കരയും, വെറുതെ ഇരുന്ന് ചിരിക്കും, വിശപ്പില്ലെങ്കിലും തിന്നും, ഓടി നടക്കും, ഇങ്ങനെയൊക്കെ. വൈകാരികമായി ഞാൻ ഒരു ശരിയല്ല, സ്റ്റേബിളല്ല. ദർ ഇസ് എ ഇമോഷണൽ പ്രോബ്ലം. അപ്പൊ ഈ മനസ്സെന്ന് പറഞ്ഞാൽ അതിന് ബുദ്ധി, വികാരം, ഇച്ഛാശക്തി എന്ന 3 ഭാഗങ്ങളുണ്ട്. അപ്പോ ഈ 3 ഭാഗങ്ങളിൽ ബുദ്ധിയിലാണ് ആദ്യം വ്യത്യാസം ഉണ്ടാകേണ്ടത്. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ബുദ്ധിയിലാണ് ആദ്യം. ദൈവം പറയുന്നു ഞാൻ പാപിയാണ്, എനിക്ക് ബോധമുണ്ടല്ലോ എന്നുള്ളതാ. ദൈവം പറയുന്നു ദൈവം സത്യവാനാണ്, ദൈവത്തിന്റെ വചനം പറയുന്നു എല്ലാവരും പാപം ചെയ്തു, ഞാൻ എന്ത് സമ്മതിക്കുന്നു? ദൈവം സത്യവാനാണ്, വചനം പറയുന്നത് സത്യമാണ്, അപ്പൊ ഞാനൊരു പാപിയാണല്ലേ? ഐ അക്സെപ്റ്റ് ഇറ്റ്. എനിക്ക് ബോധം വന്നെന്നുള്ളതല്ല, but that's the truth. കാരണം ദൈവം പറയുന്നത് സത്യമാണ്, വചനം പറയുന്നത് സത്യമാണ്. ഐ അക്സെപ്റ്റ് ഇറ്റ്. പിന്നെ പാപത്തിന്റെ ശമ്പളം മരണമാണ്, നിത്യനരകമാണ്. അയ്യോ, ഐ ഹേറ്റ് ദാറ്റ്. നരകത്തിലേക്ക് പോകുന്നതേ എനിക്കിഷ്ടമാണ്. നരകമെന്ന് കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അപ്പൊ വൈകാരികമായിരിക്കുന്ന തലത്തിൽ, എൻ്റെ വൈകാരിക തലത്തിൽ എനിക്ക് എന്ത് വന്നു? നരകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഞാൻ നരകത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്ക് ഭയങ്കരമായിരിക്കുന്നു. ഐ ഹേറ്റ് ഇറ്റ്, മൈ ഇമോഷൻ. എന്റെ ബുദ്ധി പറഞ്ഞു ഞാൻ പാപിയാണെന്ന്. ആ ബുദ്ധി പറഞ്ഞു പാപത്തിന് ശമ്പളം മരണമാണ്. നിന്റെ വികാരം പറഞ്ഞു വേണ്ട, നിനക്കത് വേണ്ട, ആ സ്ഥലത്തേക്ക് പോകണ്ട എന്ന് പറഞ്ഞു. പിന്നെ എന്റെ ഇച്ഛയുടെ തലത്തിൽ പറഞ്ഞു പോകാതിരിക്കണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. ഞാനത് തയ്യാറാണ്.
അങ്ങനെ എൻ്റെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി, എൻ്റെ വികാരം കൊണ്ട് അതിനെ വെറുത്ത്, എൻ്റെ തീരുമാനം കൊണ്ട് ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. ഇതൊന്നുമില്ലാതെ ചുമ്മാ നമ്മൾ കൈ ഉയർത്തി യേശു രക്ഷിതാവ് ഇന്ന് രാത്രി സ്വീകരിക്കാനുള്ളവരും കൈ ഉയർത്തിക്കുക, ഞാൻ ഈ പറഞ്ഞു തരുന്ന പ്രാർത്ഥന എന്ന് പറഞ്ഞ് കർത്താവേ ഭാവി എന്നോട് കരുണ തോന്നുന്നു, നിങ്ങൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കേട്ടോ, ബൈബിളിന്റെ പേരിലൊന്ന് എഴുതിക്കുക, ഇന്നത്തെ ഡേറ്റ്, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ഡേറ്റാ കേട്ടോ. അങ്ങനെ വല്ലതും ആള് രക്ഷിക്കപ്പെടുമോ? ഈസി ബിലീവിസം എന്ന് പറയും, ഈസി ബിലീവിസം. മാനസാന്തരത്തെക്കുറിച്ചും പ്രസംഗിക്കില്ല, പാപത്തെക്കുറിച്ചും പ്രസംഗിക്കില്ല, ഒന്നുമില്ല. ദൈവം സ്നേഹമാണ്, നിങ്ങളെ നരകത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് യേശുവിനെ തന്നു, നിങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ചാൽ മതി. പാപം അതൊക്കെ നിങ്ങൾ ചെയ്തോട്ട്, ദൈവം പാപത്തെ ഒന്നും, അതൊക്കെ കിടക്കട്ടെ, ക്രമേണ അതിനൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇപ്പം നിങ്ങൾ അങ്ങോട്ട് സ്വീകരിക്കും. മാനസാന്തരം ഇല്ലാത്തതായിരിക്കുന്ന വിശ്വാസം, അതൊന്നും ശരിയായ സുവിശേഷം അതൊന്നുമല്ല. അതുകൊണ്ട് സുവിശേഷം ശരിക്കും തന്നെ പ്രസംഗിക്കണം. അതുകൊണ്ട് ഈ വൈകാരിക തലത്തിലുണ്ടാകുന്നതായിരിക്കുന്ന വ്യതിയാനവും ഇച്ഛാതലത്തിലുണ്ടാകുന്ന വ്യതിയാനവും മാനസാന്തരത്തിന്റെ അതിപ്രധാനമായ ഭാഗങ്ങളാണ്, അതിപ്രധാന ഭാഗമാണ്. ബുദ്ധി കൊണ്ട് മനസ്സിലാക്കണം. ബൈബിൾ പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവദേശമില്ലാത്തവരായി തീർന്നു, ഏകമനുഷ്യനായ പാപവും പാപത്താൽ മരണവും ലോകത്തേക്ക് വന്നു. ബൈബിൾ പറയുന്നു ദൈവം സത്യമാണ്, ബൈബിൾ സത്യമാണെന്ന് പറയുന്നെങ്കിൽ ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം ദൈവം കള്ളം പറയില്ല, ദൈവം സത്യവാനാണ്, ദൈവത്തിന്റെ വചനം വ്യാജം പറയില്ല. അതിൽ പറയുന്നുണ്ട് എല്ലാവരും ഭാവിയാണ്, എന്നാ ഞാനും ഭാവി. ഐ അഗ്രി. ദൈവം പാപത്തെ വെറുക്കുന്നു, ദൈവം പാപത്തെ വെറുക്കുന്നു. അല്ലെങ്കിൽ എന്നെയും ദൈവം വെറുക്കുമല്ലോ, എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെല്ലാം. അയ്യോ ദൈവമേ, നീ എന്നെ വെറുക്കുന്നുവെന്ന സത്യം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. പാപത്തിന്റെ ശമ്പളം മരണമാണ്. അയ്യോ അത് ഭയങ്കരമാണല്ലോ, നരകം. ഇപ്പൊ പാപിയെ ഞാൻ മരിച്ച നരകത്തിലാണ് പോകുന്നത്, എനിക്കെവിടെ പോകണ്ട. എനിക്കങ്ങോട്ട് പോകണ്ട. കർത്താവായ യേശു ക്രിസ്തുവിനെ നിനക്ക് പകരമായിട്ട് തന്നുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു, ദൈവം പറയുന്നു. ആ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ അത് നീ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിന്റെ ഇച്ഛയെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുത്തി നീ വിശ്വസിച്ചാൽ നിനക്ക് രക്ഷ കിട്ടും. ഞാനത് തയ്യാറാണ്. I'm willing, I'm ready. ഇതൊക്കെ സുവിശേഷം പറയുന്നിടത്ത് വ്യക്തമായിട്ട് നമ്മൾ പറയണം. ഇതിൽ മാത്രമേ യഥാർത്ഥമായ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആളുകൾ വരൂ. ഇന്നത്തെ ഈസി ബിലീവിസത്തിലെ ഇതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ തീരുമാനങ്ങളും നമ്മുടെ നിശ്ചയങ്ങളും എടുക്കുന്നത് നമ്മുടെ ഇച്ഛയുടെ തലത്തിലാണ്. ആ ഇച്ഛയുടെ തലത്തെ നമ്മുടെ റിപ്പൻറ്റൻസ് ബാധിക്കാത്തിടത്തോളം കാലം നാം നിഷ്ഫലന്മാരായി തന്നെ ഇരിക്കും. എൻ്റെ ശരി, ബുദ്ധി സമ്മതിക്കുന്നു, എനിക്ക് നരകം ഇഷ്ടമല്ല, പക്ഷേ ഞാനിപ്പോ യേശുവിനെ ഒന്നും സ്വീകരിക്കാനൊന്നും പോകുന്നില്ല, അതൊന്നും എനിക്ക് സാധിക്കില്ല, എനിക്ക് ഒരുപാട് പരിപാടികളുണ്ട്, അതിനൊക്കെ ഇത് തടസ്സമായി വരും. നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ബിസിനസ് നിർത്തേണ്ടതായിട്ട് വരും, ഞാൻ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളാണ്, അത് നിർത്തേണ്ടതായിട്ട് വരും, അതൊന്നും എനിക്ക് ചെയ്യാൻ നോക്കും. എനിക്ക് ലാഭമായ പലതും നിർത്തേണ്ടി വരും, അത് ഐ എം നോട്ട് വില്ലിങ്. യേശുവിനെ സ്വീകരിക്കുന്നതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, സ്വർഗത്തിൽ പോകണമെന്നൊക്കെ ആഗ്രഹമില്ല, എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അതിനുവേണ്ടി ഇതൊക്കെ നിർത്തണമെന്ന് പറഞ്ഞാൽ ഇത് തുടരുകയും അത് ചെയ്യുകയും കൊണ്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ പറ. അമ്മയുടെ കൂടെ ഇരിക്കുകയും വേണം, അച്ഛൻ്റെ കൂടെ പോവുകയും വേണം, അതിനുള്ള വഴിയുണ്ട്. അങ്ങനെയുള്ളവർക്ക് യാതൊരു രക്ഷയുമില്ല. പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഈ മാനസാന്തരം, നമ്മൾ വിശ്വാസികൾ ചില തെറ്റ് ചെയ്യുന്ന ചില ആളുകളോട് നമ്മൾ തെറ്റാന്നൊക്കെ പറയുമ്പോഴേ ഗത്യന്തരം ഇല്ലാതെ അവർ തെറ്റാന്നൊക്കെ അങ്ങ് സമ്മതിക്കും. നമ്മളിങ്ങോട്ട് പോന്നു കഴിയുമ്പോൾ അതേ തെറ്റ് തന്നെ അവർ ചെയ്യും. ഒരു ഉപദേശി അവരെ ഞാൻ കല്യാണം കഴിപ്പിച്ചതായിരിക്കും, ഒരു കപ്പിളാണ്. അപ്പോൾ ഒരു വഴിക്ക് ആ വഴിക്ക് പോകുമ്പോൾ അവന് തോന്നി അവരിവിടാണ് താമസിക്കുന്നത്, 2 കൊല്ലം മുമ്പാണ് അവരെ കല്യാണം കഴിപ്പിച്ചത്, ഒന്ന് കയറി കാണാൻ എങ്ങനെ ഇരിക്കുന്ന അവരുടെ ജീവിതം എന്നൊക്കെ. അപ്പോൾ കയറി ഭാര്യയും ഭർത്താവും അവിടെ ഉണ്ട്. അപ്പോൾ ചോദിച്ചു അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ സന്തോഷമായിട്ടല്ല പോകുന്നത്, ഇടയ്ക്കിടയ്ക്ക് അടിയും പിടിയും തല്ലും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് 1 മണിക്കൂറോട്ട് ഞങ്ങൾക്ക് ചെയ്യരുത്, തെറ്റാണെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ഇനി ചെയ്യില്ലെന്നൊക്കെ പ്രാർത്ഥിച്ച് തീരുമാനിച്ചു പോകും. അത് കഴിഞ്ഞ് ഒരു 6 മാസം കഴിച്ചപ്പോൾ ആ വഴിയോട് ചെന്നപ്പോൾ ഉപദേശിക്ക് തോന്നി ഒന്നുകൂടെ കയറി ഒന്ന് ചെക്ക് ചെയ്താലോ. അപ്പോൾ ചെന്നപ്പോൾ ഭർത്താവ് അവിടെ ഭാര്യ തന്നെയുണ്ട്. ഭാര്യയോട് ചോദിച്ചു എങ്ങനെയുണ്ട് കാര്യങ്ങൾ, കഴിഞ്ഞ പ്രാവശ്യത്തെ കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം വലിയ പ്രശ്നമില്ലാതെ ഞങ്ങൾ ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ കൗൺസിലിംഗ് ഫലിച്ചില്ലയോ? ഇല്ല, കൗൺസിലിംഗ് ഒന്നും ഫലിച്ചില്ലെന്ന് പറഞ്ഞു. ഉപദേശി പോയി കഴിഞ്ഞ ഉടനെ എന്നോട് വഴക്ക് തുടങ്ങി, തല്ലാനായിട്ട് കൈ ഓങ്ങി എന്നെ ഒരു അടിയടിച്ചു. ഞാൻ അടുക്കളയിലോട്ട് ചെന്ന്
അവിടെ കിടന്ന വിറകുള്ളിയിൽ ഒരെണ്ണം ഇഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്ന് അവന്റെ തലക്കിട്ട് ഒരു 5-6 പടപട കൊടുത്തു. അതോടുകൂടെ അങ്ങ് ഒതുങ്ങി എന്ന് പറഞ്ഞു. അതിനുശേഷം ഇതുവരെ കൈ പൊക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. പലപ്പോഴും പലരുടെയും മാനസാന്തരമൊക്കെ ഇങ്ങനെയാ. അടിക്കുന്നത് തെറ്റാണെന്ന് ഇപ്പോഴും ബോധ്യമുണ്ട്. പക്ഷെ ഭാര്യയുടെ കൈകള്, വിറകുള്ളി ഭാര്യയുടെ കൈ കാണുമ്പോ അടിക്കാതിരിക്കുന്നതാണ് എനിക്ക് നല്ലതെന്നുള്ള ബോധ്യതയിൽ അങ്ങനെയൊക്കെ അങ്ങ് പോവുകയാണ്. ചില ആളുകൾ അങ്ങനെയൊക്കെയാണ്. നമ്മൾ ചില ഇനിയും മേലെ ഇത് ആവർത്തിച്ച സഭയെന്ന് മുറക്കുന്നു പറയും, സഭയെന്ന് മുറക്കും, എന്നാ ഇനിയും ചെയ്യാതിരിക്കുക. പറഞ്ഞ പോലെ ചീത്ത വിളിക്കാൻ ഇങ്ങനെ വായിലേക്ക് വരുന്നു, ഇങ്ങനെ പറയും. എന്നാലും പിന്നെ ഞാൻ ഒതുക്കുമെന്ന് പറയും. എന്നാലും ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരും, ഞാൻ ഒതുക്കും. എന്താ ഇങ്ങനെ ഒതുക്കുന്നത്? പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോ അങ്ങനെ അങ്ങ് ഒതുക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ മാനസാന്തരമാണോ? അതുപോലെ മാനസാന്തരമാണോ? അതൊന്നും മാനസാന്തരമല്ല. ഇന്നത്തെ കാലത്തെ വിശ്വാസികളുടെ മാനസാന്തരമൊക്കെ മാനസാന്തരമാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങ് സഹിച്ചും വഹിച്ചും കൊണ്ട് നടക്കുക. ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കും. അങ്ങനെ പറയും, ഏതായാലും നിങ്ങൾ കല്യാണം കഴിച്ചു പോയില്ലയോ, ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോകുമെന്ന് പറയും. ചിലപ്പോൾ ഒരു തല്ലുന്ന ഞാൻ കൊള്ള, അങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, ഈ പിള്ളേരെയെങ്കിലും ഓർത്ത്. അപ്പൊ ചില പറയും, ഈ കൊച്ചുങ്ങളുടെ മുഖം കാണുമ്പോഴല്ലേ ഞാൻ ഇയാളെ എന്നേ തട്ടിക്കളഞ്ഞേനെ. അതൊന്നും മാനസാന്തരമല്ല. ബുദ്ധിയുടെ തലത്തിലും വികാരത്തിന്റെ തലത്തിലും ഇച്ഛയുടെ തലത്തിലും ഒരുപോലെ ബോധ്യത വന്നതിന്റെ ഫലമായിട്ട് ഒരു തിരിച്ചുവരവിന് വേണ്ടിയുള്ള തീരുമാനമാണ് മാനസാന്തരം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ നമുക്ക് മാനസാന്തരപ്പെട്ട് നമുക്ക് ജീവിക്കാം. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കുന്നെന്നാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ചവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം കേട്ടോ. സുവിശേഷം നല്ലതാണെന്ന് ബോധ്യമായി അതിൽ വിശ്വസിച്ചുകൊണ്ടായില്ല. മാനസാന്തരപ്പെടണം. ദൈവം പാപത്തെ വെറുക്കുന്നു, ദൈവം വിശുദ്ധനാണ്, നിങ്ങൾ പാപിയാണ്, നിങ്ങളെ ദൈവം വെറുക്കുന്നു, നിത്യ നരകമാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ളത്. ഈ സത്യങ്ങൾ മനസ്സിലാക്കി ദൈവത്തെങ്കിലേക്ക് തിരിയണം. അപ്പോഴാണ് നമുക്ക് യഥാർത്ഥമായ മാനസാന്തരം ഉണ്ടാകുന്നത്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണം.